ഗുഡ് മോർണിംഗ് ബിലവഡ്. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു മെസ്സേജാണ്. അത് നിങ്ങളെ ആത്മാവിൽ സ്വതന്ത്രരാക്കുവാൻ ഇടയായിത്തീരും. അതിന്റെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് മരണത്തിന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു PDF ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബോംബെയിലുള്ളവർക്ക് ഞങ്ങളോട് കൂടെ സഭയിൽ കൂടാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ എഴുതി അറിയിക്കാവുന്നതാണ്. @beloved sons of God. ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ അഡ്രസ്സ് അറിയിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദമിനെ അവൻ ഒരു ജീവിക്കാൻ വേണ്ടി ഒരു ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ആദമിന് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വളരെയധികം അനുഗ്രഹിക്കപ്പെടാനാണ്. അവന്റെ മേൽ ഒരു മരണത്തിന്റെ അധികാരവുമില്ലായിരുന്നു. ആദം ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. നമ്മൾ അറിയുന്നു, ഏദന്റെ തോട്ടത്തിൽ 2 വൃക്ഷമുണ്ടായിരുന്നു. ഒന്ന് ജീവന്റെ വൃക്ഷവും ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷവും. ദൈവം അവന് കൽപ്പന കൊടുത്തു, എന്ന് നീ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നോ അന്ന് മരണം നിന്റെ മേൽ വരുമെന്ന്. അതിന്റെ അർത്ഥം ഇതാണ്, ആദം ആ ഫലം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മരണത്തിന്റെ ശക്തി അവന്റെ മേൽ വരികയില്ലായിരുന്നു. വളരെ അത്ഭുതകരമായ കാര്യം ആദമിന്റെ യാത്രയിൽ ഇതാണ്. അവൻ ആ യാത്ര അത് വിശ്വാസത്തിലൂടെയായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. പുത്രൻ എപ്പോഴും ആത്മാവിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ചിന്തകൾ എല്ലാം ഈ ലോകത്തിൽ നിന്നുള്ളതാണ്. അത് ഈ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിലൂടെയാണ് നമ്മൾ ചിന്തയിലകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യാതൊന്നിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടരുതെന്ന്. ആദം പിതാവിന്റെ ശബ്ദം കേട്ടില്ല. അവൻ ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു. അവൻ സാത്താന്റെ ശബ്ദം കേട്ടു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? മരണം ഈ ഭൂമിയിലേക്ക് വന്നു. മരണം എന്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്? എന്തുകൊണ്ടെന്നാൽ ആദം പാപം ചെയ്തു. അവൻ എന്ത് പാപമാണ് ചെയ്തത്? അവൻ ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു. പിതാവ് ഒരു കൽപ്പന കൊടുത്തപ്പോൾ ഇത് ഭക്ഷിക്കരുത് എന്ന് അവൻ പിതാവിന്റെ ശബ്ദം കേൾക്കാതെ സാത്താന്റെ ശബ്ദം കേട്ടു. അതുകൊണ്ട് ആദം സൃഷ്ടിക്കപ്പെട്ട് ഈ മുഴുവൻ ലോകത്തിൽ അധികാരം വയ്ക്കുവാൻ വേണ്ടി അവനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ സൃഷ്ടികളെയും അവനെ സേവിക്കാൻ വേണ്ടിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഒരു ബൈബിളിന്റെ ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നു, ആദം ഉറങ്ങിപ്പോയി എന്ന്. ഇപ്പോൾ ആളുകൾ ഒരു കുരുടനായിട്ടുള്ള അവസ്ഥയിൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി അവരുടെ മേൽ അധികാരം നടത്തുകയാണ്. വരൂ, നമുക്ക് വചനത്തിൽ നിന്ന് വായിച്ച് മുന്നോട്ട് പോകാം. നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു മരണം എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. നമുക്ക് കാണാൻ സാധിക്കും, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, പതിയെ പതിയെ മനുഷ്യൻ അവന്റെ സംവത്സരം, അവന്റെ ആയുസ് അത് പതിയെ പതിയെ കുറഞ്ഞു പോകുന്നത് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. നിങ്ങൾ ഈ വചനം നേരത്തെ വായിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വളരെയധികം ആളുകൾക്ക് ഇത് മനഃപ്പാഠമായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് വചനം വായിക്കാം. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മോശയുടെ കാര്യം അറിയാവുന്നതാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ആ സർപ്പത്തെ നോക്കിയവരെല്ലാം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. നോക്കൂ, യേശു ഇവിടെ എന്താണ് പറയുന്നത്? ഏത് രീതിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയോ അതേപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിത്യജീവന്റെ അർത്ഥം ഞാൻ തപ്പുവാൻ തുടങ്ങി. ഗ്രീക്ക് ഭാഷയിൽ എനിക്ക് അതിന്റെ അർത്ഥം ലഭിച്ചു. ഒരു പരിഭാഷയിൽ നമ്മൾ യേശുവിലൂടെ നമുക്ക് ലഭിച്ചതാണ്. നമ്മൾ വചനത്തിൽ അത് വായിക്കുന്നു, നിത്യജീവനെ കുറിച്ച്. അതിന്ന് നമ്മൾ വായിക്കാനിടയാകും. പക്ഷേ നിത്യജീവന്റെ വേറൊരു അർത്ഥം അത് അവസാനമില്ലാത്തൊരു ജീവനാണ്. മുന്നോട്ട് 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അതിന്റെ അർത്ഥം യേശുവിൽ വിശ്വസിക്കുന്നവർ അവർ നശിച്ചു പോകരുത്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, എപ്പോഴും നിലനിൽക്കുന്ന ജീവൻ പ്രാപിക്കേണ്ടതിന്. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല,
ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഏത് നിമിഷം ആദം പാപം ചെയ്തോ ആ നിമിഷം പാപം ഈ ലോകത്തിൽ വന്നു. അത് ഒരു ചക്രത്തിൽ അകപ്പെടുവാനിടയായി. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ശിക്ഷാവിധിയില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ എല്ലാ മരണത്തിന്റെ കാര്യങ്ങളും അതിന്റെ കാരണം ഒരു ദോഷം നിരൂപിക്കുന്ന ഹൃദയമാണ്. ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വേറൊരർത്ഥം കുറ്റം വിധിക്കുന്ന നിരൂപിക്കുന്ന ഹൃദയം എന്നുണ്ട്. ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം വരികയാണ്, നിങ്ങൾ അതിന് അർഹരല്ല എന്നുള്ളത്. ഇതിൽ എഴുതിയിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അതിന്റെ അർത്ഥം ദോഷഹൃദയമില്ലാത്ത, കുറ്റം വിധിക്കുന്ന ഹൃദയമില്ലാതെ. അവർ കുറ്റം വിധിക്കുന്ന ഹൃദയമില്ല, അവർ കുറ്റവാളിയല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ന്യായവിധി വന്നു കഴിഞ്ഞു. നിങ്ങൾ ഒരു വ്യക്തിയെ പുറത്ത് റോഡിൽ കാണുമ്പോൾ അവരെന്തുകൊണ്ടാണ് അവർ ഈ ലോകത്തിന്റെ ചക്രത്തിൽ അവർ കുറ്റം വിധിക്കപ്പെടുന്നു? അവരെന്തുകൊണ്ടെന്നാൽ അവർ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിരിക്കാം. അതുകൊണ്ടാണോ? അല്ല. പാപത്തെക്കുറിച്ചുള്ള മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ആ വ്യക്തി, വെളിയിൽ നിൽക്കുന്ന ആ വ്യക്തി, യേശുവിനെ അവരറിയുന്നില്ല. അവർ പാപിയാണ്. എന്തുകൊണ്ടെന്നാൽ അവരെന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല. അതെന്തുകൊണ്ടെന്നാൽ ആദം പാപം ചെയ്തത് കൊണ്ടാണ്. വായിക്കാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നമ്മൾ ഈ കാര്യം പഠിച്ചു. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? നമ്മൾ നിത്യജീവൻ, എന്നും നിലനിൽക്കുന്ന ജീവൻ പ്രാപിക്കേണ്ടതിന്. പിന്നെ യേശു അവിടെ ഒരു പരിഭാഷ കൊടുക്കുകയാണ്, നിത്യജീവൻ എന്താണെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 17-ാം അധ്യായം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. സകല ജഡത്തിന്മേലും നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നിത്യജീവൻ എന്താണ്? ആ ഏകസത്യദൈവമായ യേശുവിനെ, ഏകസത്യദൈവമായ, അതിന്റെ അർത്ഥം ദൈവം ഒരുവനേ ഉള്ളൂ. ഏകസത്യദൈവമായ യേശുവിനെ, അവനെ, നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുക. നീ എത്ര അധികം എന്നെക്കുറിച്ച് അറിയുന്നു അത്രയധികം നീ നിന്നെക്കുറിച്ച് തന്നെ പഠിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് നീയും. നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് അംശമായി യേശുവിന്റെ യേശുവിനെ പോലെ ആകുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ എല്ലാ തിരിച്ചറിവും ഞാൻ അറിയുന്നത് എൻ്റെ പിതാവ് ആരാണ് എന്നാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും നിങ്ങൾ ആരുടേതാണ് എന്ന്. നിങ്ങൾ ഈ തിരിച്ചറിവിൽ അധികം ഉണരുമ്പോൾ, ഈ അറിവിൽ ഉണരുമ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ളതിൽ, ഞാൻ എത്രയധികം അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്നോ, അത് പഠിക്കുന്നോ, ഞാൻ ആ തിരിച്ചറിവിൽ ഉണരുകയാണ് ഞാൻ ആരാണ് എന്നുള്ളതിൽ. അതുകൊണ്ട് എൻ്റെ പിതാവ് എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും ഈ ലോകത്തിൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം. എബ്രായർ 2-ാം അധ്യായം. നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾക്ക് അറിയാം. അതിന്റെ 10-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അതിന്റെ അർത്ഥം യേശുവിന്റെ പിതാവ് എന്റെയും നിങ്ങളുടെയും പിതാവാണ്. അതുകൊണ്ട് നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യേശു തന്നെത്താൻ പിതാവിൽ നിന്ന് വേറിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് വചനത്തെ നമ്മൾ വായിക്കുന്നു, യേശു പറയുകയാണ്, എൻ്റെ ജീവൻ അത് വേറെ ആരും എടുക്കുകയില്ല എന്നിൽ നിന്ന്. എന്തുകൊണ്ടെന്നാൽ എന്നിലുള്ള അധികാരം ഉപയോഗിച്ച് എനിക്ക് ജീവനെ കൊടുക്കുവാനും എടുക്കുവാനും അധികാരമുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, യേശു ഒരിക്കലും മരിക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രൂശിന് മുൻപേ യേശുവിന്റെ തിരിച്ചറിവിത പുനരുത്ഥാനവും ജീവനുമാണ് എങ്കിൽ ക്രൂശല്ല അവനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടെന്നാൽ തന്നെത്താൻ പുനരുത്ഥാനവും ജീവനുമായിരുന്നു അവൻ. അതുകൊണ്ട് മരണത്തിന് അവന്റെ മേൽ യാതൊരു അധികാരവും ഇല്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പുനരുത്ഥാനവും ജീവനും ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലുള്ളതാണ്. മുന്നോട്ട് 11-ാം വാക്യം നമുക്ക് വായിക്കാം.
വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, നോക്കൂ, ഞാനും നിങ്ങളും ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, അതിന്റെ അർത്ഥം ഇതാണ്, പ്രിയയ്ക്ക് വേണ്ടി വേറൊരാൾ പോവുകയാണ് ആ മരണത്തെ സഹിക്കാൻ വേണ്ടി. അതുകൊണ്ട് യേശുവിന് ഈ ശരീരത്തിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. ക്രൂശിൽ ആ മരണത്തെ അനുഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ആ എനിക്കും വേണ്ടി ഉണ്ടായിരുന്ന ആ സ്ഥാനത്തേക്ക് യേശു പോവുകയാണ്. മുന്നോട്ട് നമുക്കൊന്ന് വായിക്കാം. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകൾ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. 16-ാം വാക്യം, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. യേശു ഈ ചെയ്തത് ആർക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്? അത് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ചെയ്തത്. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ അവന്റെ തിരിച്ചറിവിലായിരുന്നു. അവൻ ആരാണ് എന്നുള്ളതിൽ, അവൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്നുള്ള തിരിച്ചറിവിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുവാണ് ലാസറിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ക്രൂശിൽ ആരാണ് മരിച്ചത്? ആ ക്രിസ്തുവിനോടുകൂടെ ഞാനും നിങ്ങളുമാണ് മരിച്ചത്. യേശു നമ്മളോട് കൂടെ നമ്മുടെ ശരീരത്തിൽ ഒന്നാകുവാൻ ഇടയായിത്തീർന്നു. അതാണ് നമ്മൾ സഭകളിൽ കർത്തൃമേശ എടുക്കുന്നത്. അതിന്റെ പ്രതീകമായിട്ടാണ് ആ ദേഹവും രക്തവും. യേശു ഈ ലോകത്തിലേക്ക് ദേഹം ധരിച്ചു വന്നപ്പോൾ അവന് ക്രൂശിൽ ആ മരണത്തെ സഹിച്ചത് എന്തുകൊണ്ടെന്നാൽ ആ മരണത്തിന്റെ അടിമകളായിരുന്നവരെ വിടുവിക്കാൻ വേണ്ടിയായിരുന്നു. ആ മരണത്തിന്റെ അടിമകളായിരുന്നവരാരാണ്? യേശുവല്ല, ഞാനും നിങ്ങളുമായിരുന്നു. ആ മരണത്തിന്റെ ഭയം, എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള ഭയം. നോക്കൂ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണഭീതിയിൽ അടിമകളായിരുന്നവരായിരുന്നു ഞാനും നിങ്ങളും. അതിന്റെ അർത്ഥം നമ്മൾ ആ അടിമകളായിരുന്നു ആ ചിന്തകളുടെ. ചിലപ്പോൾ ഇത് നടക്കുകയില്ല എന്നുള്ള പറയുന്ന കാര്യത്തിന്റെ ആ മരണത്തിന്റെ ഹൃദയം, അതിന്റെ അടിമകളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം മരണത്തിലായിരുന്നു നമ്മൾ അതിന്റെ അവസാനം കണ്ടത്. പക്ഷെ ഇപ്പോൾ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു, ജീവനിലേക്ക് നമ്മളെ കൊണ്ടുവന്നുവെന്ന് നമുക്ക് വായിക്കാം. യോഹന്നാൻ 11-ാം അധ്യായം. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നമുക്കതിന്റെ 17-ാം വാക്യം മുതൽ വായിക്കാം. ഇത് ലാസറിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാസർ, മാർത്ത, മറിയയെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ഇവരെ 3 പേരെയും വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ലാസറിനെ കുറിച്ച് കേട്ടപ്പോൾ യേശു എവിടെയായിരുന്നു അവിടെ വീണ്ടും 2 ദിവസം കൂടെ അവൻ താമസിച്ചു. അവൻ അവിടെ താമസിച്ചതിന് ശേഷം അവൻ തിരിച്ച് ലാസറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അറിയുകയാണ് ലാസർ മരിച്ചുപോയി എന്ന്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. ഞാനും നിങ്ങളും ജീവിതത്തിൽ പല അവസ്ഥകളിൽ മരണത്തിലായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. നമ്മൾ ഈ ലോകത്തിന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ കണ്ടു. നമ്മുടെ മുൻപിൽ പുനരുത്ഥാനവും ജീവനും മുൻപിലുള്ളപ്പോൾ ഒരു പുതിയ രൂപത്തിൽ നമ്മുടെ പഴയ മനുഷ്യത്വം എന്ന് പറയുന്നത് അതിന്റെ ഈ ലോകവുമായിട്ടുള്ള ചക്രം അത് വളരെ ആഴത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് പലപ്പോഴും അത് വിശ്വസിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട്, അത് ആ പുനരുത്ഥാനവും ജീവനെയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ പുത്രന്റെ രൂപത്തിൽ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നോട്ടുള്ള തലമുറ എങ്ങനെയുള്ള അവർക്ക് സാധാരണമായ കാര്യമായിരിക്കും ഒരു വളരെ നീണ്ട ദീർഘായുസ്സുള്ളൊരു ജീവൻ ജീവിക്കുന്നത്. 20-ാം വാക്യം. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
അതിന്റെ അർത്ഥം ശാരീരികമായി യേശു അവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്നാണ്. നിങ്ങൾക്കറിയാമോ, ഒരു പുത്രന്റെ രൂപത്തിൽ ഇത് എന്റെയും നിങ്ങളുടെയും സ്ഥാനമാണ്. നമ്മൾ എന്ത് പിതാവിനോട് ചോദിച്ചാലും നമ്മൾക്ക് ലഭിക്കും. അതിന്റെ അർത്ഥം ഇതാണ്: ഒരു പുത്രൻ പിതാവിനോട് മീൻ ചോദിച്ചാൽ, അവർ റൊട്ടി ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? പുത്രനാണ് ചോദിക്കുന്നത്. അവർക്കറിയാമായിരുന്നു യേശു എന്ത് പിതാവിനോട് ചോദിച്ചാലും അത് ദൈവം അവന് കൊടുക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. 23-ാം വാക്യം, യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. വളരെയധികം ആളുകൾ ഇപ്പോഴും ഇതാണ് വിശ്വസിക്കുന്നത്: നമ്മൾ മരിച്ചു കഴിയുമ്പോൾ യേശു വരുമ്പോൾ നമുക്കപ്പോൾ പുനരുത്ഥാനം ലഭിക്കുമെന്ന്. ഇവിടെ മാർത്തയും ഈ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നിങ്ങൾ എന്നോട് കൂടെ ഇത് അംഗീകരിച്ച് ഏറ്റുപറയുക, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നിങ്ങൾക്കറിയാമോ പുനരുത്ഥാനത്തിന്റെ അർത്ഥം എന്താണെന്ന്? പുനരുത്ഥാനത്തിന്റെ അർത്ഥം എന്തെങ്കിലും മരണത്തിലാണ് എങ്കിൽ തിരിച്ചത് ജീവനിലേക്ക് വരിക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് സത്യം മാത്രമാണ് പറയുന്നത്, നിങ്ങൾ ആവുകയല്ല. ഇത് സത്യമാണ് നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങൾ ആയിരിക്കുന്ന സത്യം. ഈ ചിന്ത, ഞാനിത് ആകാൻ പോകുന്നു അല്ലെങ്കിൽ അതെനിക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നുണയാണ്. ഒരു പുത്രനെ കുറിച്ച്, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് പറയുന്നത്, ഞാൻ പറയുന്നത് എല്ലാം അത് നിങ്ങൾ ആദ്യം മുതലേ ഉള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വചനങ്ങളെ ജീവനുള്ളതായി കാണുവാനിടയാകും. പക്ഷെ ഞാൻ പുനരുത്ഥാനം ജീവനുമാകൊണ്ട്, അതെന്റെ തിരിച്ചറിവായതുകൊണ്ട് മരണത്തിലുള്ള ആ സ്ഥാനം അത് ജീവനിലേക്ക് വരുവാനിടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വയം പുനരുത്ഥാനവും ജീവനുമായതുകൊണ്ട് മരണം നിങ്ങളിൽ നിലനിൽക്കുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ DNA-യിൽ, നിങ്ങളുടെ രക്തത്തിലുള്ള ഓരോ അംശവും അതറിയുന്നു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നിങ്ങൾ മരണത്തിന്റെ രക്തത്തിന്റെ സമഭാഗിയാകാൻ നിങ്ങൾക്ക് ആയിത്തീരുവാൻ സാധിക്കും. അല്ലെങ്കിൽ പുനരുത്ഥാനത്തിനും ജീവനും നിങ്ങൾ ഭാഗവാക്കുകളാകും. നിങ്ങളുടെ ശരീരത്തിന്റെ അംശവും പുനരുത്ഥാനവും ജീവനുമാകുന്നു. അതുകൊണ്ട് ഒരു രോഗത്തിനും നിങ്ങളുടെ മേൽ അധികാരമില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും അംശങ്ങളിലും നിങ്ങൾ പുനരുത്ഥാനവും ജീവനുമാണ്. അതുകൊണ്ട് ഒരു രോഗത്തിനും നിങ്ങളുടെ മേൽ അധികാരമില്ല. രോഗവും ജീവനും അത് ഒരുമിച്ച് ആയിരിക്കാൻ സാധിക്കുകയില്ല. പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു. അത് എൻ്റെ സ്വഭാവത്തിൽ തന്നെ ജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എല്ലാവരും ക്രിസ്തുവിൽ മരിച്ചവർ. 26-ാം വാക്യം, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഞാനും നിങ്ങളും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? ഇത് ഒരു പുതിയ സത്യമാകുന്നു. ഇത് നിത്യജീവനാകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഭവനത്തിലേക്ക് പോകുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പൗലോസാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും നിലനിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ മരണം എപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ മരണത്തിന്റെ മേൽ അധികാരം ഉള്ള ആളാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം, മരണത്തിന്റെ താക്കോൽ ആരുടെ കൈകളിലാണ് എന്ന്. അത് നമ്മുടെ കൈകളിലാണ്, യേശുവിന്റെ കൈകളിലാണ്. യേശു മരണത്തെ ഒരു ശത്രുവായിട്ടാണ് പറയുന്നത്. ദൈവത്തിന് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഒരു ശത്രുവിന്റെ ആവശ്യമില്ല. 27-ാം വാക്യം, അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. മുന്നോട്ട് നമുക്ക് വചനങ്ങൾ വായിക്കാം. താഴോട്ട് നമുക്കറിയാം അവൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നും. യേശു മറിയെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വിശ്വസിക്കുകയാണ് സത്യത്തിൽ എങ്കിൽ, ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞ സത്യത്തിൽ, ആ മഹത്വം നിങ്ങളുടെ ശരീരത്തിൽ കാണുവാനിടയാകും. മരണം ഈ ലോകത്തിലേക്ക് വന്നു ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതിലൂടെ. നിങ്ങൾ ആ എല്ലാ നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലത്തിന്റെ എല്ലാ ഫലങ്ങളും നിങ്ങളുടെ പ്രാണനിലുള്ളത്, അത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളിൽ നിന്ന് മാറ്റുമ്പോൾ, അതിന്റെ സ്ഥാനത്ത് ദൈവത്തിന്റെ സത്യത്തെ നിങ്ങൾ നിറയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ സത്യം എന്താണ്? അത് അവന്റെ വചനങ്ങളാണ്. നിങ്ങൾ ഈ വചനത്തിൽ സമാധാനത്തോടെ ഇരിക്കാനും പഠിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പതിയെ പതിയെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം ജീവനിലേക്ക് കടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മരണം എവിടെ നിന്നാണ് വന്നത്? മരണം പാപത്തിലൂടെയാണ് വന്നത്. ആ പാപത്തിന്റെ
ശമ്പളം അവൻ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അതിനാണ് യേശു വന്നത്. ആ മരണത്തിലൂടെ അതിന്റെ ശമ്പളം, എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. അവൻ സ്വയം എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിദാനായി തീർന്നു. അവൻ എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ ശമ്പളം അവൻ അവന്റെ ശരീരത്തെ ഏറ്റെടുത്തു. അതുകൊണ്ട് അവൻ പാപമില്ലാത്തവൻ ക്രൂശിൽ പോയി. യേശു മുന്നമേ പുനരുദ്ധാനവും ജീവനുമായിരുന്നു. അവന് മരിക്കാൻ സാധിക്കയില്ലായിരുന്നു. അവൻ സ്വയം നമ്മൾക്ക് വേണ്ടി അവന്റെ പ്രാണനെ കൊടുത്തു. ആ പാപത്തിന്റെ എല്ലാ വിലയും അവൻ കൊടുത്തു. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ ശരീരം അത് ദോഷത്തിന് കാരണമായി. എന്തുകൊണ്ടെന്നാൽ എനിക്കും നിങ്ങൾക്കും മുകളിൽ ഇനി ഒരു ദോഷവും ഒരു കുറ്റവും ഉണ്ടാവാതിരിക്കാൻ. പലപ്പോഴും വളരെ എളുപ്പമാണ് തന്നെത്താൻ കുറ്റം വിധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ തിരിച്ചറിവും നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവിൽ വരുവാൻ ഇടയാക്കരുത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത് പാപത്തിന്റെയും മരണത്തിന്റെയും നമ്മുടെ രക്തത്തിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തം അത് സ്വയം പാപം ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ തിരിച്ചറിവ് ഈ ശരീരത്തിലൂടെയാണ് എങ്കിൽ നിങ്ങൾ ശരീരത്തിലൂടെയാണത് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ശരീരത്തിൽ നിങ്ങൾക്ക് പൂർണ്ണരാകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു ശരീരത്തിലേക്ക് വന്നത്. അവൻ ക്രൂശിൽ പോയി ആ പാപത്തിന്റെ എല്ലാ കുറ്റങ്ങളും അവൻ സ്വയം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എന്തിന്? ഇപ്പോൾ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുവാൻ. അതുകൊണ്ട് നീതി എന്ന് പറയുന്നത് അത് വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ വിശ്വാസത്തിലൂടെ പിതാവിന്റെ മുമ്പിൽ നീതിമാന്മാരായിത്തീരുന്നു. പാപമില്ലാത്തവർ, നിർദോഷർ, നിഷ്കളങ്കർ. നിങ്ങളുടെ രോഗത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്കൊരു നീതിബോധത്തിലൂടെ, ആ വിവേകത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ എല്ലാ രോഗങ്ങളുടെ മേലും നിങ്ങൾക്ക് വിജയം ലഭിക്കുവാനിടയായിത്തീരും. ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലൂടെ വന്ന പ്രവൃത്തികളിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ വിശ്വാസത്തിലൂടെ പിതാവിന്റെ നീതി ആണ് ഇപ്പോൾ ആ നിത്യജീവൻ എന്നിൽ പ്രവർത്തിക്കുന്നു. ഒരു രോഗവും ഒരു മരണത്തിനും എൻ്റെ ശരീരത്തിൽ അധികാരമില്ല. നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ തുടക്കം ഈ അംഗീകാരത്തിലൂടെ, ഏറ്റുപറച്ചിലൂടെ നിങ്ങൾ തുടങ്ങുക. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. ഒരു സിംഹം രാവിലെ എഴുന്നേറ്റ് എന്നും പറയത്തില്ല ഞാനൊരു സിംഹമാണെന്ന്. ഒരു സിംഹം രാവിലെ എഴുന്നേറ്റ് പറയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത് നേരത്തെ സിംഹമാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ആകുവാൻ വേണ്ടിയല്ല, പറയാൻ വേണ്ടി നിങ്ങൾ നേരത്തെ ആയിരിക്കുന്നത്. എല്ലാ ഏറ്റുപറച്ചിലുകളും പുത്രനിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ മുന്നമേ ഇതായിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ സിംഹം പോകുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള നായ്ക്കൾ അതിനോട് പറയുകയാണ്, നിങ്ങൾ ഒരു നായയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ അത് അതിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട്. അതിന്റെ ഒരേ ഒരു സമാധാനം എന്തിലാണ്? അത് ഒരിക്കലും മറക്കുകയില്ല അതൊരു സിംഹമാണ് എന്നുള്ള കാര്യം. എല്ലാ ആത്മീയ മണ്ഡലങ്ങളും അറിയുന്നു ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന്. എല്ലാ കാര്യങ്ങളും ദുഷ്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ തിരിച്ചറിവിനെ, അതിനെ മറയ്ക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ആ സത്യത്തിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. വചനത്തിൽ നമുക്ക് വായിക്കാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുവോ? റോമർ 6-ാം അധ്യായം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, ഇത് ശ്രദ്ധിച്ചു വായിക്കുക. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മരണത്തിന് യേശുവിന്റെ മേൽ ഒരു അധികാരവുമില്ലായിരുന്നു. പക്ഷെ ഞാനും നിങ്ങളും മരണത്തിന്റെ അടിമത്തത്തിലായിരുന്നു. യേശു അതുകൊണ്ട് എന്നെയും നിങ്ങളെയും വിടുവിക്കാനാണ് വന്നത്. അതുകൊണ്ടെന്നാൽ യേശു പറയുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. അവൻ ലാസറിനെ സൗഖ്യമാക്കി അവൻ ക്രൂശിൽ പോകുന്നതിന് മുൻപേ. പുനരുദ്ധാനവും ജീവനും അവനാണ്. ജീവനും മരണവും ഒരുമിച്ച് ആയിരിക്കാൻ സാധിക്കുകയില്ല. അവൻ ആ മരണം അനുഭവിച്ചു എനിക്കും നിങ്ങൾക്കും വേണ്ടി.
5-ാം വാക്യം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നമ്മൾക്കറിയാം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ശരീരം അത് വ്യർത്ഥമായി തീരുവാൻ വേണ്ടി. ഇനി പാപത്തിന് അടിമപ്പെടാതെ ആയിരിക്കേണ്ടതിന്. അതിന്റെ അർത്ഥം, ഇപ്പോൾ സാത്താന് അല്ലെങ്കിൽ പാപത്തിന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ഞാൻ ഒരു സമയത്തെ ദാസത്വത്തിലായിരുന്നു, പക്ഷെ യേശു വന്നു എന്നെ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി. 7-ാം വാക്യം, എന്തുകൊണ്ടെന്നാൽ മരിച്ചിരിക്കുന്നു, ഞാനും നിങ്ങൾ മരിച്ചിരിക്കുന്നു. എനിക്ക് മൈക്കിളിന്റെ ഈ കാര്യം വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ്. നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ മരിച്ചവർ അവർ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചത് എങ്കിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൽ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. അതുവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. അർത്ഥം ഇതാണ്, നിങ്ങളെ തന്നെ അങ്ങനെ കാണുക, അതിൽ വിശ്വസിക്കാൻ തുടങ്ങുക. ഇപ്പൊ നമ്മൾ പാപസംബന്ധമായി മരിച്ചു, ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യേശു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിലെ അല്ല സ്വർഗീയ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയം വെക്കുവാനും പറഞ്ഞു. അതുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ ഈ ഭൂലോകത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതേത് കാര്യമാണ് യേശു എല്ലാ ഇടങ്ങളിലും ആളുകളോട് പറയുന്നത്? അതിതാണ് വിശ്വസിക്കുക എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മളത് കാണുന്നത് കൊണ്ടല്ല വിശ്വസിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? പിതാവ് അത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആദം ഈ കാര്യത്തിൽ വീണുപോയി. അവൻ നോക്കിയതിന് ശേഷമാണ് അവന്റെ നിർണയം എടുക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 23-ാം വാക്യം, പാപത്തിന്റെ ശമ്പളത്തിന്റെ അർത്ഥം എന്താണ്? അത് പാപത്തിന്റെ വില. അതിന്റെ വില എന്താണ്? മരണം എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അത് പാപത്തിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. രോഗം നിങ്ങളുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ്? അത് പാപത്തിലൂടെയാണ്. ആളുകൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത്? പാപത്തിലൂടെയാണ് മരിക്കുന്നത്. പക്ഷേ യേശു വന്ന് അവൻ ക്രൂശിൽ പോയപ്പോൾ എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ അവൻ എടുത്തു. ഇപ്പോൾ വചനം പറയുകയാണ്, അവൻ എന്നെ പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുവിച്ച് എന്തിന്റെ അധികാരത്തിൽ, എന്തിന്റെ സാമർത്ഥ്യത്തിലാണ് ഇപ്പോൾ അതെന്നെ തൊടുവാൻ വരുന്നത്? ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരധികാരവുമില്ല. ഇതാണ് സത്യത്തിൽ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവന്റെ മുമ്പിൽ ഒരാൾ വന്നു. ആ ആളുടെ ദേഹത്ത് ദുരാത്മാവായിരുന്നു. അവർ ആഗ്രഹിച്ചു അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ വേണ്ടി. പക്ഷെ അവൻ ശാന്തമായിരുന്നപ്പോൾ, അവന്റെ തിരിച്ചറിവിൽ അവൻ ഉറപ്പുള്ളവനായിരുന്നപ്പോൾ, ആ തിരിച്ചറിവിലൂടെ പെട്ടെന്നൊരു മിന്നൽ വന്നു. ആ ദുരാത്മാവ് വിട്ടുപോകുവാനിടയായി തീർന്നു. ഞാൻ എപ്പോഴും സഭയിൽ ഇത് ഓർമ്മപ്പെടുത്താറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ 2 സെക്കൻഡ് നിങ്ങൾ എടുക്കുക, പുറകോട്ട് നോക്കി നിങ്ങൾ തന്നെത്താൻ ഓർമ്മപ്പെടുത്തുക, ഇത് ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത് ഈ പ്രശ്നം. നിങ്ങൾ ഇടത്തോ വലത്തോ ആരെയും നോക്കാതിരിക്കുക. ഈ പ്രശ്നം എങ്ങനെ ഇതിൽ കാര്യം നടക്കും, ഇതെങ്ങനെയാണ് നോക്കുന്നത്, അങ്ങനൊന്നും ചിന്തിക്കാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും ദൈവപുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിനെ പോലെ എന്നാണ്. പിന്നെ നിങ്ങൾ ഒരു നിർണയം എടുക്കുക. 99% നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിലനിൽക്കുക മാത്രം ചെയ്യുക. അപ്പോൾ പിന്നെ ആ പ്രശ്നം തന്നെത്താൻ അത് വീഴുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു യുദ്ധത്തിലല്ല, നമ്മൾ രാജാക്കന്മാരെ പോലെയാണ്. നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം നമ്മുടെ കാലിന്റെ കീഴെയാണ്. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിന് വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ കേട്ട എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യാൻ എന്നോട് പറയുകയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സ്ഥാനം പിടിച്ചുകൊണ്ട് ഞാൻ ദൈവപുത്രനാണ് എന്നുള്ളതിൽ ഉറച്ചു നിന്നു. എൻ്റെ മമ്മിയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ വചനത്തിൽ നിലനിൽക്കുകയായിരുന്നു. സങ്കീർത്തനം 91 പറയുന്നു, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന്.
അപ്പോൾ വേറൊരു അടുത്ത റിപ്പോർട്ട് എടുത്തപ്പോൾ അതിൽ നെഗറ്റീവായി വരുവാനിടയായി. മുന്നോട്ട് നമുക്ക് വായിക്കാം. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിലൂടെ മരണം വന്നതുപോലെ യേശുവിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ നിത്യജീവനാണ് വന്നത്. ആ പുനരുദ്ധാനത്തിന്റെ ജീവൻ നിങ്ങളുടെ എല്ലാ ജീവന്റെ മേഖലകളിലും ജീവൻ വരികയാണ്. മരണം അത് നീങ്ങിപ്പോകുന്നു. എല്ലാ പരീക്ഷകളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളെ ആ മരണത്തിന്റെ അവസ്ഥയിൽ ഇടാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ തിരിച്ചറിവിലാണ് എങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് സമാധാനത്തോടെ ഇരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ സത്യത്തെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ജീവന്റെ അർത്ഥം ഇതാണ്, അതിൽ ഒരു രീതിയിലുള്ള മരണത്തിന്റെ സ്വാധീനതയുമില്ല. അത് നിങ്ങളുടെ ഏത് മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങൾ പുനരുദ്ധാനവും ജീവനുമാണ്. അത് ഓരോ ദിവസവും ജീവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 14:30. ഞാൻ ഇനി നിങ്ങളോടുകൂടെ വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനെ എന്നോട്, ഇത് യേശു പറയുകയാണ്, അവനെ എന്നോട് ഒരു കാര്യവുമില്ല, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. ഇവിടെ നോക്കുക, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു. ഗലാത്യർ 2:20 വായിക്കുകയാണ്, ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ എത്രയധികം വിചാരങ്ങളോ ചിന്തകളുണ്ടോ ഈ വചനത്തിൽ വളരാൻ തുടങ്ങും. യേശുവിനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഞാൻ അവനെ എന്നെ പോലെ തന്നെയാണ് കണ്ടത്. എനിക്ക് ഈ ലോകത്തിലെ എൻ്റെ ബുദ്ധി അടയ്ക്കേണ്ടി വന്നു അത് മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോൾ ഞാൻ സത്യത്തിൽ ജീവിക്കാൻ തുടങ്ങി. പ്രിയ മരിച്ചിരിക്കുന്നു, ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അവനോട് കൂടെ ആത്മാവിൽ അതൊന്നാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ കണ്ണ് എൻ്റെ പോലെയായിരുന്നു, മുഖവും എൻ്റെ പോലെയായിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറന്നു നോക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ, അതിനെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുകയാണ് അവന്റെ ലേഖനങ്ങളിൽ, നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവിൽ എത്രയധികം ഉണരുന്നോ, ഇതിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിൽ ഉണരുന്നോ, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ അവസ്ഥകളും മാറുവാൻ തുടങ്ങും. ആ ആത്മീയ മനുഷ്യനിൽ അതെല്ലാം സമർപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇവിടെ വചനം പറയുകയാണ്, ലോകത്തിന്റെ പ്രഭു വരുന്നു, പക്ഷെ അവന് എന്നോടൊരു കാര്യവുമില്ല. എന്ത് കാര്യമായിരുന്നു സാത്താന് വേണ്ടിയിരുന്നത്? പാപം. പക്ഷെ യേശു പാപമില്ലാത്തവനായിരുന്നു. ആ സത്യമാണ് ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പാപം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം, പക്ഷേ അതെന്ത് കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്? എന്ത് കാര്യമാണ് യേശു പറഞ്ഞത് നമ്മൾ ഏറ്റുപറയാനായിട്ട്? എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അതാണ് നീതി എന്ന് പറയുന്നത്. വിശ്വാസത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് വിശ്വാസത്തിലൂടെ. നമ്മൾ എത്രയധികം നീതിബോധത്തിൽ നമ്മൾ ഉണരുന്നുവോ, അതുകൊണ്ട് വചനം പറയുകയാണ്, നീതി എന്ന കവചം ധരിക്കുക. എല്ലാ വിചാരങ്ങളും നമ്മൾക്ക് എതിരായിട്ട് വരുന്നത്, അതെല്ലാം നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുക, ക്രിസ്തുവിൽ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മരണത്തിന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല, അതെന്റെ കാൽ കീഴിലാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷകളും എനിക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഈ തിരിച്ചറിവിൽ ഞാൻ ആരാണ് എന്നുള്ളതിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ അനുഭവവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതൊരു സംശയം ഉരുവാക്കും, എൻ്റെ തിരിച്ചറിവിന്റെ വിപരീതമായി. എൻ്റെ തിരിച്ചറിവ് വചനത്തിൽ മാത്രമായിരിക്കുക. അതുകൊണ്ട് എൻ്റെ ചുറ്റുമുള്ള എന്ത് പരിസ്ഥിതിയും എൻ്റെ അനുഭവങ്ങളിലൂടെയും ഞാൻ എൻ്റെ തിരിച്ചറിവ് കാണുകയില്ല. ഞാൻ എന്നെ തന്നെ ആ വചനം പറയുന്ന സത്യത്തിലാണ് വിശ്വസിക്കുന്നത്. ഇതെന്റെ സ്വഭാവത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇതെന്റെ സ്വഭാവത്തിലുള്ളതാണ്. എൻ്റെ ഒന്നും എനിക്ക് നഷ്ടപ്പെടുകയില്ല. ഞാനിപ്പോൾ പ്രാണനോ ശരീരമോ അല്ല. വചനം പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരാത്മാവാണ്. ഞാൻ എൻ്റെ പിതാവിനെ പോലെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുനിന്ന് ആ തിരിച്ചറിവ് പുറത്തു കൊണ്ടുവരാൻ നോക്കും. ഈ പരീക്ഷ നമ്മൾക്ക് വേണ്ടിയുമുണ്ട്. എന്ത് പരിസ്ഥിതി നിങ്ങളുടെ ചുറ്റുമുണ്ടോ അത് നിങ്ങൾ ആരാണെന്ന് പറയാൻ അനുവദിക്കരുത്.
ഈ ലോകത്തിന്റെ പ്രഭുവിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, ഒരു കാര്യവുമില്ല. അത് ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്രയധികം സത്യമാണ്. ഇപ്പോൾ സാത്താന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. അവന്റെ ഒന്നും നമ്മളിലില്ല. ഇനി വിശ്വാസത്തിലൂടെ ഇപ്പോൾ യേശുവിന്റെ നീതി എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇത് പറയാൻ സാധിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റായ വാക്ക് പറഞ്ഞു, ഞാൻ വ്യഭിചാരം ചെയ്തു, പാപം എന്നിലുണ്ട് എന്ന്? എന്തുകൊണ്ടെന്നാൽ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അല്ല, യേശുവിൽ വിശ്വസിച്ചതിലൂടെയാണ് അത് ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ആ ചിന്തയെ അവിടെ കുടഞ്ഞു കളയുക. ഇത് അംഗീകരിക്കുക, ഞാൻ അവന്റെ പുത്രനാണ് രക്തത്തിലൂടെയുള്ള. എന്തെങ്കിലും രോഗത്തെ തൊടുകയാണെങ്കിൽ, പാപം നിങ്ങളെ തുടർന്നു വേണമെങ്കിൽ പാപം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണ്. അതുകൊണ്ട് വചനം പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നമ്മുടെ ആ ചിന്തകളെ, വിചാരങ്ങളെ നമ്മൾ കുടഞ്ഞു കളയുക. പാപം ചെയ്യുക, പാപത്തിൽ ജീവിക്കുക, ഇതെല്ലാം വേറെ കാര്യമാണ്. അത് പുത്രനെ സംബന്ധിച്ച അസംഭവമാണ്. നിങ്ങളുടെ ആ ഉള്ളിലുള്ളതെല്ലാം അത് പിതാവിന്റെ സ്വഭാവമാണ്. അത് ആ പാപത്തെ നിങ്ങളിൽ നിന്ന് ദൂരത്താക്കും. നമുക്ക് വായിക്കാം 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം അതിന്റെ 1:10. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ, നോക്കൂ, ഇവിടെ യേശു എന്താണ് ചെയ്തത്? അവൻ മരണത്തെ നീക്കി ജീവനെയും അക്ഷയതയെയും ആ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി. ഇവിടെ നോക്കുക, വചനം എന്താണ് പറയുന്നത്? യേശു മരണത്തെ നീക്കി, അതുപോലെ ജീവനും അക്ഷതയും ആ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ പ്രാണൻ നിങ്ങൾക്ക് വേണ്ടി നൽകണമെന്ന്. പിന്നെ ഞാൻ അതിനെ വീണ്ടും എടുക്കും. ഈ സത്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. യേശു എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും നിങ്ങളും, അതേ സ്വഭാവത്തിൽ. ഞാൻ തീരുമാനിക്കും എനിക്ക് എപ്പോൾ പോകണമെന്ന്. പുത്രനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഈ ആദ്യഫലം എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റിപ്പിലൂടെ ആദ്യഫലമായി തീർന്നു. ഞാനും നിങ്ങളും ആദിയാണ് ഈ ലോകത്തിന്റെ ചക്രത്തിൽ. അതിൽ നമ്മൾ മരണം കാണുന്നു. പിന്നെ യേശു വരികയാണ്. അവൻ ആദ്യത്തെ പോലെയല്ല, മരണമുണ്ടായിരുന്ന ആദത്തെ പോലെയല്ല. അവൻ അവസാനത്തെ ആദമായി, തൻ ജീവൻ നൽകുന്ന ആദമായി തീരുന്നു. യേശു പറഞ്ഞു, ഇപ്പോൾ ഞാൻ വഴിയാകുന്നു, എന്നിലൂടെ അനേകർ ആ ജീവൻ പ്രാപിപ്പാനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആദത്തിന്റെ വംശത്തിൽ നിന്നുള്ളവർ അവർ മരിക്കും, പക്ഷെ യേശുവിന്റെ വംശത്തിൽ നിന്നുള്ളവർ അവർ എന്നേക്കും ജീവിക്കും. നമുക്ക് വായിക്കാം, മനുഷ്യൻ മൂലം മരണമുണ്ടായാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും, ഓരോരുത്തരും താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏത് വിധം ശരീരത്തോടുകൂടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മുന്നോട്ട് നോക്കുക, 42-ാം വാക്യം. മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
ഒടുക്കത്തെ ആദാം, ജീവിപ്പിക്കുന്ന ആത്മാവായി. ഞാൻ ഈ വചനം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ജീവൻ കൊടുക്കുന്ന ആത്മാവാണ്. നിങ്ങളുടെ മുൻപിൽ എപ്പോഴെങ്കിലും നിരാശയുടെ ചിന്തയോ എന്തെങ്കിലും വിചാരങ്ങളോ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ മറന്നു പോകരുത്. നിങ്ങൾ പോകുക, മറ്റുള്ളവരോട് സംസാരിക്കുക, നിങ്ങൾ ജീവനെ കൊടുക്കുക. നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്? നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ വീണ്ടും ആ പഴയ സ്ഥാനത്തേക്ക് വരികയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ജീവൻ നൽകുന്ന ഒരു ആത്മാവാണ്. നിങ്ങൾ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും പരിസ്ഥിതികളും മാറുവാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഇടയായിത്തീരും. 46-ാം വാക്യം, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ദൈവം ആദമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി, അവന്റെ ഉള്ളിൽ അവന്റെ ശ്വാസമൂതി. വചനം പറയുകയാണ്, പിന്നെ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്പോൾ ഞാനും നിങ്ങളും മണ്ണുകൊണ്ടുള്ളവരല്ല. ഇപ്പോൾ എന്റെയും നിങ്ങളുടെയും പുതിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സൃഷ്ടിയായതിലൂടെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ജനിച്ചിരിക്കുന്നു. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഒരു ദിവസം എന്റെ അടുത്തും അതുപോലുള്ള യേശുവിന്റെ അടുത്തുണ്ടായിരുന്ന അതേപോലുള്ള ഒരു ശരീരം ഉണ്ടാകും. 50-ാം വാക്യം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അതിന്റെ അർത്ഥം എല്ലാവരും മരിക്കുകയില്ല, പക്ഷെ നമ്മളെല്ലാവരും മാറുവാനിടയായിത്തീരും. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുള്ള എന്താണെന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊതുക് കുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ കൊതുക് വന്നിട്ട് എങ്ങനെയാണ് ശരീരത്തിൽ അത് കുത്തുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന് രക്തം ഇഷ്ടമായതുകൊണ്ടാണ്. അതുകൊണ്ട് വചനം പറയുകയാണ്, ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? എഴുതിയിരിക്കുന്നു, മരണത്തിന്റെ മുള്ള അത് പാപമാണ്, വിഷമുള്ള അത് പാപമാണ്. അതൊരു കാന്തത്തെ പോലെയാണ്, അത് മരണത്തെ വിളിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പാപത്തിന്റെ ഫലം എന്താണ്? അത് എന്താണ് മരണത്തെ ആ വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്നത്? അതാണ് നിയമം എന്ന് പറയുന്നത്. പാപത്തിന്റെ ബലം എന്ന് പറയുന്നത് അത് നിയമമാണ്. എത്രയധികം നിങ്ങൾ സഭകളിൽ പഠിപ്പിക്കുന്നു, ഇത് അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവർ അധികം ആ പാപം വരാൻ വേണ്ടി വഴിയൊരുക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ബലം എന്ന് പറയുന്നത് അത് സ്വയം വ്യവസ്ഥയാണ്. നമ്മുടെ യേശുവിന് നന്ദി, അവൻ ആ ക്രൂശിൽ അതിനെ ആണികൊണ്ട് അടിച്ചു കളഞ്ഞു. എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവൻ പൂർത്തീകരിച്ചു. അതുകൊണ്ട് വചനം പറയുകയാണ്, നിയമമില്ലാത്തടത്ത് അവിടെ ദോഷം നിരൂപിക്കുന്ന ഹൃദയവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ സാത്താൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഈ തെറ്റ് ചെയ്തു. ഏറ്റവും ആദ്യം നിയമം എന്നുള്ളത് അത് ക്രൂശിൽ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. യേശു പാപം അറിയാത്തവനായിരുന്നു. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് പാപമായി തീർന്നത്. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാവേണ്ടതിന്. അതുകൊണ്ട് ആ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ആ മരണത്തിന്റെ വിഷമുള്ള നിങ്ങളിൽ എങ്ങനെ വരുവാനിടയാകും? നിങ്ങൾ വിശ്വാസത്താൽ നീതിമാനായിരിക്കുമ്പോൾ യേശു എൻ്റെ എല്ലാ പാപങ്ങളെയും എടുത്തു. അതുകൊണ്ട് മരണത്തിന് നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായിരിക്കുക, ആ ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തിൽ നിന്ന് മുക്തരാകുവാൻ. ആ ദോഷം നിറഞ്ഞ ഹൃദയം അത് ചിന്തിക്കുകയാണ്, ഞാൻ ഈ ജീവന് എന്തെങ്കിലും ലഭിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്ന ഹൃദയം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആ ദോഷം നിരൂപിക്കുന്ന ഹൃദയം നിങ്ങൾക്ക് പിതാവിനെ നൽകിയില്ല, ഒരു പാപത്തിന്റെ ഹൃദയം. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ആ പാപമുള്ള കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾ ശുദ്ധരാക്കുക. എന്തുകൊണ്ടെന്നാൽ ഒരു ദൃഢതയോടെ നിങ്ങൾ ആ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞാൻ ഇപ്പോൾ ഒരു പുത്രനാണ് എന്ന്. നിങ്ങൾ ഈ കാര്യത്തെ ഏറ്റു പറയുമ്പോൾ, നിങ്ങളിത് ചിന്തിക്കുമ്പോൾ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന്,
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന്, പിന്നെ നിങ്ങൾക്ക് ഞാൻ മരണമാണെന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അത് രണ്ടും മണ്ഡലത്തിലുള്ളതാണ്. ആദ്യം ആ മരണത്തിന്റെ അധികാരം ആർക്കായിരുന്നു? യേശു ആരെയാണ് തോൽപ്പിച്ചത്? അത് സാത്താന്റെ കയ്യിലായിരുന്നു. യേശു അവനെ തോൽപ്പിച്ചു, എനിക്കും നിങ്ങൾക്കും വേണ്ടി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ശരീരത്തിൽ മരണത്തിന്റെ ദാസന്മാരായിരുന്നു. അതുകൊണ്ട് യേശു ശരീരത്തിൽ വന്നു നമ്മളെ ആ ബന്ധനത്തിൽ നിന്ന്, ആ ദാസത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അത് ആദ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തും നിങ്ങൾ പാപിയാണ് എന്ന്. നമ്മൾ എത്രയധികം നമ്മുടെ പാപത്തിൽ ഉണരുന്നുവോ, അത് നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങുന്നുവോ, അത്രയധികം സാത്താൻ സന്തോഷിക്കുവാൻ തുടങ്ങും. അത് അവന് വേണ്ടി ഒരു തുറന്നിട്ട വാതിലാണ് ഒരു ദോഷം നിരൂപിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാത്താൻ നീതിയുടെ സുവിശേഷത്തിന് വിരോധമാണ്. എന്തുകൊണ്ടെന്നാൽ മരണത്തിന് പുത്രന്റെ മേൽ ഒരധികാരവുമില്ല. ഉണർന്നിരിക്കുന്ന പിതാവിന്റെ പുത്രൻ, ക്രിസ്തുവിലൂടെ പിതാവിന്റെ പുത്രനായെന്ന് ഉണർന്നിരിക്കുന്ന ഒരു പുത്രന്റെ മേൽ. 53-ാം വാക്യം, ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. പക്ഷെ ആ മരണം എന്ന് പറയുന്നത് അത് ക്രൂശിൽ തോറ്റിരിക്കുകയാണ്. അതിനിപ്പോൾ നിന്റെയും എന്റെയും ജീവിതത്തിൽ ഒരു അധികാരവുമില്ല. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ന്യായപ്രമാണത്തെ ആണികളോടുകൂടെ ക്രൂശീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ വചനം പറയുകയാണ് മരണം, പാപം എന്ന് പറയുന്നത്. ഇവിടെ വചനം പറയുകയാണ് മരണവും പാപവും ഉണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിന് നന്ദി. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മളെ ജയാളികളാക്കി. ഇപ്പോൾ പാപബോധത്തിന് നമ്മുടെ മേൽ ഒരധികാരവുമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആ മരണത്തിന്റെയും പാപത്തിന്റെയും ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജീവന്റെ പ്രമാണത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പാപത്തിന്റെ ബോധം വയ്ക്കാതിരിക്കുക. പാപത്തെ ദൈവം വെറുക്കുന്നു. സാത്താൻ ആണ് നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത്, ദൈവമല്ല. എത്രയധികം പാപമുണ്ടോ, ഒരേ ഒരു കാര്യത്തിന്റെ ബോധ്യം നിങ്ങൾ വെക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അത് ക്രിസ്തുവിലൂടെയുള്ള നീതിയെ കുറിച്ചാണ്. ഈ ശരീരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അംഗീകാരങ്ങൾ, നിങ്ങൾ സ്വീകരിക്കുന്നത്, അത് കേട്ട് അതിന്റെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അതിനനുസരിച്ച് അത് മാറുവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളൊരു ആത്മീയ ജീവിയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആദമിന്റെ കണ്ണടഞ്ഞിരുന്നപ്പോൾ ഈ ലോകം അവന് പറഞ്ഞു കൊടുത്തു നീ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച അധികാരത്തിന്റെ സ്ഥാനത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേട്ട് ആ ശരീരത്തെയും അതിന്റെ അധീനതയിലാക്കണം. ഈ ശരീരവും ആത്മാവിന്റെ അധീനതയിലാകണം. നിങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല, അതിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്കത് മാറുന്നത്, അത് ജീവനുള്ള ദേഹമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുനരുത്ഥാനവും ജീവനും നിങ്ങളിലുള്ളത് കൊണ്ട് എങ്ങനെ ഒരു രോഗം ഈ രക്തത്തിലൂടെ വരുന്നത്, നിങ്ങളുടെ രക്തത്തിന്റെ ഓരോ അംശത്തിലും മരണമില്ല. എത്രയധികം രോഗത്തിന്റെ അംശങ്ങളുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ജീവന്റെ കണങ്ങൾ, അംശങ്ങൾ, അത് എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നത്, ആ രോഗസൗഖ്യം നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ആ രോഗസൗഖ്യം നിങ്ങളിൽ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അംശങ്ങളും അതിന്റെ വിരോധം, ആ മരണത്തിന്റെ കാര്യങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മരണത്തിന് നിങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അംഗീകരിക്കുകയാണ്, യേശു എന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ക്രൂശിൽ, പാപങ്ങളെല്ലാം ക്രൂശീകരിക്കപ്പെട്ടു. മുന്നോട്ട് വചനത്തിൽ നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും മർദ്ദിച്ചു വരുന്നവരുമാകുകയും. വെളിപ്പാട് 1-ാം അധ്യായം 18-ാം വാക്യം. ഇതെനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആമേൻ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആ താക്കോൽ ആരുടെ കയ്യിലാണ്? ആ മരണത്തിന്റെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അത് യേശുവിന്റെ കയ്യിലാണ്. ഇപ്പോൾ യേശുവും ഞാനും ഒന്നാണ്. അതുകൊണ്ട് ആ എല്ലാ അധികാരവും ആരുടെ കയ്യിലാണ്?
എൻ്റെ കൈവശമാണ്. മരണം ഇപ്പോൾ എൻ്റെ കാലിൻ്റെ കീഴിലാണ്. എൻ്റെ കയ്യിൽ ആ മരണത്തിൻ്റെ താക്കോലുണ്ട്. ആരും നിങ്ങളിൽ നിന്ന് ആ ജീവൻ എടുത്തു കളയുകയില്ല. നിങ്ങൾ എത്രയധികം ആഗ്രഹിക്കുന്നോ അത്രയധികം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ ആരോഗ്യം, അക്ഷയത എന്ന് പറയുന്നത് അത് നിങ്ങളുടെ നീതിബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളിൽ കുറ്റം ആരോപിക്കപ്പെടുവാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ പറയുന്നു, ഞാൻ എത്ര ദോഷമുള്ള വ്യക്തിയാണ്. നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകൾ അവിടെ കുടഞ്ഞു കളയുക. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇങ്ങനെയുള്ള വിചാരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് ആകുവാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളിൽ കുറ്റം ആരോപിക്കപ്പെടാൻ അനുവദിക്കാതിരിക്കുക. ഞാൻ ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണ്. ഞാൻ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. എൻ്റെ ബന്ധം എന്ന് പറയുന്നത് അത് രക്തത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്ര അധികം ഈ തിരിച്ചറിവിൽ നിലനിൽക്കുന്നോ, മരണത്തിന്റെ വിഷമുള്ള നിങ്ങളിൽ ഒരിക്കലും വിജയിക്കുവാൻ ഇടയാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ പാപം നിങ്ങളിൽ ഇല്ല. പാപത്തിന്റെ ബലം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. അതുകൊണ്ട് എല്ലാ വിചാരങ്ങളും എല്ലാ ചിന്തകളും പറയുന്നു നിങ്ങളിൽ കുറ്റമുണ്ട്, കുറവുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളെ, അങ്ങനെയുള്ള വിചാരങ്ങളെ വിട്ടുകളയണം. ഞാനിപ്പോൾ പിതാവിന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഞാൻ സ്വതന്ത്രയാണ് ഇങ്ങനെയുള്ള എല്ലാ വിചാരങ്ങളിൽ നിന്നും, കുറ്റം പറയുന്ന എല്ലാ മനസ്സിൽ നിന്നും. യേശു ക്രിസ്തു ഇപ്പോൾ എന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ സ്വഭാവത്തിലാണ്. ഏത് സ്വഭാവത്തിൽ എൻ്റെ പിതാവുണ്ടോ അതേ സ്വഭാവത്തിൽ. അതുകൊണ്ട് ഞാൻ ആ സത്യത്തിൽ നിലനിൽക്കുന്നു. പിതാവ് എനിക്കൊരു ഹൃദയം തന്നിട്ടുണ്ട്, അവനെ പോലുള്ളൊരു ഹൃദയം. ഇപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ചലിക്കുകയാണ്. എൻ്റെ വചനം എന്ന് പറയുന്നത് ജീവനും ആത്മാവുമാണ്. ഇപ്പോൾ ഞാൻ പുനരുത്ഥാനവും ജീവനും ഞാനാണ്. ഇപ്പോൾ എല്ലാം എന്നെക്കുറിച്ചുള്ളത്. എന്തിനെ ഞാൻ തൊട്ടാലും അത് അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. വചനം പറയുന്നു നീതിയുടെ മാർഗത്തിൽ മരണമില്ല. അത് വിപരീതമായ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിക്കുക. യേശുവിനെ കുറിച്ചുള്ള സ്വന്തം കാര്യങ്ങൾ, യേശു പറയുന്ന എല്ലാ കാര്യങ്ങളും പിതാവും യേശുവും ഒരേ ഏകാത്മാവിൽ കാണുന്നത് പോലെ, അതേപോലെ ഞാനും നിങ്ങളുമാണ്. അതെല്ലാം നിങ്ങളെ അതിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കും. നിങ്ങളുടെ വിചാരങ്ങളിൽ, ചിന്തകളിൽ വന്ന് അല്ല, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ എങ്ങനെയാകും, നിങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. പക്ഷെ അല്ല, ഞാൻ സത്യത്തിൽ മാത്രം വിശ്വസിക്കും. യേശു ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നു. ഇതെന്റെ ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ആ യേശുവുമായുള്ള ഏകതയിലാണ്. എല്ലാ കാര്യങ്ങളും വരും, അല്ല അങ്ങനെയല്ല, നിങ്ങളും യേശുവും ഒന്നല്ല എന്ന്. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. ഞങ്ങൾ ഒന്നാണ്. അവന്റെ പുനരുത്ഥാനവും ജീവനും എന്നിലുണ്ട്. ഇന്നലത്തെ കാര്യമാണ്, ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയായിരുന്നു. ആ ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ തലവേദന എടുക്കാൻ തുടങ്ങി പതിയെ. പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വരുവാനിടയായി. അവർ പറയാൻ തുടങ്ങി, നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് കൊണ്ടാണ്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ഏറ്റു പറഞ്ഞു, ഇത് എൻ്റെ സ്വഭാവത്തിലേയുള്ള കാര്യമല്ല. എല്ലാ അംശങ്ങളും എൻ്റെ ശരീരത്തിലുള്ളത് അത് ഈ തിരിച്ചറിവിൽ ഉണരാൻ തുടങ്ങി. ഇതെന്റെ സ്വഭാവത്തിലുള്ളതല്ല എന്ന് ഞാൻ ആ കാര്യം എൻ്റെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ അതിന്റെ സ്ഥാനത്തേക്ക് പോകുവാനിടയായി. എല്ലാ വേദനയും അത് അപ്രത്യക്ഷമായി. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് തിരിച്ചറിവ് തരാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഉണരുക. നിങ്ങൾ അല്ല, ഇതെന്റെ സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ള വിചാരത്തിൽ ഉണരുക. ആ പുനരുത്ഥാനവും ജീവനുമാണ് ഇതിനെയെല്ലാം നമ്മളിൽ നിന്ന് അകറ്റുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, 2 ആദമുണ്ട്. അവർ വിശ്വസിക്കുന്നത് പോലെ അവർക്കാകും. പക്ഷെ രണ്ടാമത്തെ ആദം എന്ന് പറയുന്നത് യേശു ക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി കാണിച്ചു തന്നു, ഒരു പുതിയ മേഖല. അതുകൊണ്ട് ആദമിന്റെ വംശത്തിലുള്ളവർക്ക് അവരിൽ മരണമുണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ സന്താനത്തിന് അവരിൽ മരണത്തിനോ അധികാരവുമില്ല. നമ്മുടെ മാർഗം എന്ന് പറയുന്നത് അത് പുനരുത്ഥാനവും ജീവനുമാണ്. ആ ജീവൻ എന്ന് പറയുന്നത് അത് സമൃദ്ധിയായുള്ള ജീവനാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ലഭിക്കുവാനും സമൃദ്ധിയായ ജീവൻ ലഭിക്കുവാനുമാണ്. എന്നോട് മരണത്തെക്കുറിച്ച് പറയുന്ന എല്ലാം ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയില്ല.
ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, സാത്താന്റെ ഒരു ചിന്തകളെയും നമ്മൾ മനസ്സിലാക്കാതിരിക്കുക. അതെന്നെ കാണിക്കാൻ തുടങ്ങും. ചുറ്റുമുള്ളവരിൽ അങ്ങനെയാ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ അല്ല, ഞാൻ എൻ്റെ തിരിച്ചറിവ് അത് വചനത്തിലൂടെ മാത്രം ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ ജീവനുണ്ട്, അത് സമൃദ്ധിയായ ജീവനാണ്. ഈ സത്യത്തിൽ വിശ്വസിക്കുന്നതാണ് എൻ്റെ തിരിച്ചറിവ്, തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ മരണം എൻ്റെ കാലിന് കീഴെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ കാണുന്ന ഏതെങ്കിലും മേഖലയുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതിനനുസരിച്ച് സഞ്ചരിക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, പിതാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ മാത്രം വിശ്വസിക്കുക. അതിലാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. എത്രയധികം നിങ്ങളിത് ചിന്തിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വേണ്ടി അസാധാരണമാകുന്നത് ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത് അത് വിശ്വാസത്തിലൂടെയാണ് ലഭിച്ചത്. എന്തെങ്കിലും വിപരീതമായിട്ടുള്ള അവസ്ഥ വന്നാൽ അത് എനിക്ക് വേണ്ടി അത് നോക്കുമ്പോൾ അത് വളരെ അസാധാരണമായിട്ട് തോന്നും. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അത് വചനത്തിലൂടെ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ അത് എനിക്കും നിങ്ങൾക്കും സാധാരണമാണ് വചനത്തിലൂടെ ജീവിച്ചിരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ തിരിച്ചറിവ് ആദത്തെ പോലെ ആക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് എന്തെങ്കിലും പറയുകയാണ് അവരുടെ തിരിച്ചറിവിലൂടെ നിന്നുകൊണ്ട്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അവരെ പോലെയല്ല, നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാണ്. അവൻ നിങ്ങളെ അന്ധകാരത്തിന്റെ ലോകത്ത് നിന്ന് വിടുവിച്ച് നിങ്ങളെ പ്രിയപുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഈ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും അത് ജീവനിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഇതാണ് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ തിരിച്ചറിവാണ് എന്റെയും നിങ്ങളുടെയും. ഇപ്പോൾ മരണം നമ്മുടെ കാലിന് കീഴെയാണ്. നിങ്ങൾ എപ്പോഴും ഇത് ഏറ്റുപറയുക, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്നുള്ള കാര്യം. ഇതാണ് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ തിരിച്ചറിവാണ് എന്റെയും നിങ്ങളുടെയും. ഇപ്പോൾ മരണം നമ്മുടെ കാലിന് കീഴെയാണ്. നിങ്ങൾ എപ്പോഴും ഇത് ഏറ്റുപറയുക, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്നുള്ള കാര്യം. ഇന്നത്തെ മെസ്സേജ് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് നന്ദി അർപ്പിക്കാം. നമുക്ക് ആത്മീയമായ വഴിപാട് നമുക്ക് യേശുവിന് അർപ്പിക്കാം. ആ ആത്മീയ വഴിപാട് ഇതാണ്: എല്ലാ ചിന്തകളിലും നമ്മൾക്ക് ലഭിച്ച വളർച്ച, നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ള വളർച്ച നമുക്ക് ലഭിച്ചത്, അതിന്റെ വഴിപാട് നമുക്ക് യേശുവിന് അർപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ അവനാണ് അതിനെ വളർത്തുന്നത്. പിതാവേ, അങ്ങേക്ക് നന്ദി. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. വചനം കേട്ടതിലൂടെ ആത്മീയ വളർച്ച എൻ്റെ പ്രാണനിൽ വന്നത്, അതിന്റെ വഴിപാട് ഞാൻ അങ്ങേക്ക് തരുന്നു. Open your mouth by faith, words will start coming out. Oh rahadiri araka sholoro rupa steri araka bahadara raka kuloro rupa shev rahadara. Father, I just thank you for this truth that I am resurrection and I am life. I am resurrection and I am life. I thank you that this resurrection life right now is giving life to my mortal body. And we just release this life into the body right now, repelling every sickness, energizing every cell, resurrecting every dead cell. Just life and life in abundance. In Jesus' name.